നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. ആർസണൽ ബ്രെൻഫോർഡ് മാച്ചിന്റെ ഒരു അനാലിസിസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ആർസണൽ ബ്രെൻഫോർഡ് മാച്ചിനെ കുറിച്ചാണ്. മറ്റു പല ന്യൂസുകളുണ്ട്, അതിന്റെ ടൈം ലൈൻ ആണെങ്കിൽ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ആ ബ്രെൻഫോർഡ് വേഴ്സസ് ആർസണൽ പ്രീമിയർ ലീഗ് മാച്ചിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ബ്രെൻഫോർഡ് എവേ മാച്ചായിരുന്നു ആർസണലിന്. പ്രോബബ്ലി ടൈറ്റിൽ റേസിൽ ലിവർപൂളിന് ബിഗസ്റ്റ് ചാലഞ്ച് ആയിട്ട് നിൽക്കുന്നത് ആർസണലാണെന്നാണ് പലരും വിലയിരുത്തുന്നത്. ആ ഒരു പ്രഷർ ലിവർപൂളിന് മേൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. വിക്ടറി നേടിക്കൊണ്ട്, അത് നല്ലൊരു ആധികാരിക വിജയം നേടിക്കൊണ്ട് തന്നെ ലിവർപൂളിന് ഒരു പ്രഷർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇന്നലെ പ്രോബബ്ലി ആ ഒരു റിസൾട്ട് തന്നെ ബ്രെൻഫോർഡ് എവേയിൽ നിന്ന് ആർസണൽ എടുത്തു എന്ന് പറയേണ്ടി വരും. നമ്മൾ നോക്കുവാണെങ്കിൽ 13ാം മിനിറ്റിൽ തന്റെ ലീഗിലെ 11ാമത്തെ ഗോൾ നേടിക്കൊണ്ട് എംബൂമോ ആണ് ബ്രെൻഫോർഡിന് ലീഡ് നേടിക്കൊടുത്തത്. ആൻഡ് ഒരു പോസിറ്റീവ് സ്റ്റാർട്ടുമാണ് ബ്രെൻഫോർഡ് കാണിച്ചത് ഫസ്റ്റ് ഹാഫിൽ. പക്ഷെ പിന്നീട് ഗബ്രിയേൽ ജെസൂസ് ഫസ്റ്റ് ഹാഫിൽ തന്നെ തിരിച്ചടിച്ചു ആർസണൽ. പിന്നെ സെക്കൻഡ് ഹാഫിൽ 3 മിനിറ്റിന്റെ 2 ഗോള് നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കേൽ മെറീനയും അതുപോലെ തന്നെ മാർട്ടിനെലിയും സ്കോർ ചെയ്തുകൊണ്ട് ആർസണലിന് 3-1 ഒരു കംഫർട്ടബിൾ വിക്ടറി നേടിക്കൊടുക്കുകയായിരുന്നു. ആൻഡ് ആസ് യൂഷ്വൽ സെറ്റ് പീസ് സിറ്റുവേഷനിലൂടെ മിക്കേൽ മെറീനോയുടെ ഒരു ഗോൾ വരികയുണ്ടായി. ഒരു സെറ്റ് പീസ് ഗോൾ നിർബന്ധമാണ്, അത് വരികയുണ്ടായി. നമ്മൾ ഈ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ ആർസണൽ പ്രോബബ്ലി കുറച്ച് പതുങ്ങിയാണ് തുടങ്ങിയത്. ഫസ്റ്റ് ഹാഫിലെ ചില സമയത്ത് ആറ്റിറ്റ്യൂഡ് കണ്ടപ്പം ഓക്കെ, നമുക്ക് ആ അർട്ടേറ്റയിൽ വേണ്ടത് ആ ഒരു പുഷാണ്. ഇപ്പൊ ലാസ്റ്റ് സീസൺ ആണെങ്കിലും എത്തിഹാടി ചെന്നിട്ട് ആ ഒരു 2 പോയിന്റ് ബിഹൈൻഡ് നിന്നപ്പം ആള് കാണിച്ച ആ ഒരു ഡ്രോയ്ക്ക് വേണ്ടി കാണിച്ചൊരു മെന്റാലിറ്റി, അതുപോലെ ഇപ്പൊ ഓവർ സേഫ് ഗെയിം ആള് കളിക്കുവാണോ? ഈ സീസണിൽ വീണ്ടും അർട്ടേറ്റ ഇത്രയും ഇതിൽ നിന്ന് പഠിച്ചില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്ത് നമ്മൾ പലരും ചോദിച്ചിരുന്നു ഫസ്റ്റ് ഹാഫിൽ, എസ്പെഷ്യലി ആർസണലിന്റെ അപ്രോച്ച് കണ്ടിട്ട്. ഫസ്റ്റ് ഹാഫിൽ പലപ്പോഴും നമ്മൾ നോക്കുവാണെങ്കിൽ പ്ലേയേഴ്സ് ഫോർവേഡിലോട്ട് റൺ നടത്തുന്ന സ്പേസ് ഉണ്ടെങ്കിലും കുറച്ച് സേഫറായിട്ട് ബാക്ക് പാസ് നടത്തുക, സൈഡ് ഫേസ് പാസ് ചെയ്യുക, ഗെയിം സ്ലോ ഡൗൺ ചെയ്യുക, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ മറ്റൊരു പോസിറ്റീവ് ഇന്റന്റോടുകൂടി ഇറങ്ങുന്ന ആർസണലിനെയാണ് നമ്മൾ കണ്ടത്. ഗബ്രിയേൽ ജീസസ് ഈക്വലൈസിംഗ് ഗോൾ നേടി. പക്ഷേ എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഓവറോൾ ആർസണൽ ഫാൻസ് വോണ്ട് ബി അത്ര ഹാപ്പി ആയിരിക്കത്തില്ല. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പോസിറ്റീവ് ഇന്റന്റ് സെക്കൻഡ് ഗോളിന് വേണ്ടി അടിച്ചതിന് ശേഷം ആ തേർഡ് ഗോളിന് വേണ്ടി പുഷ് ചെയ്തു. മേ ബി അത് കഴിഞ്ഞ് ഒരു 4th ഗോളിന് വേണ്ടി പുഷ് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് ലാസ്റ്റ് 20-25 മിനിറ്റ്സ് അവർ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രാഗ്മാറ്റിസം എടുത്ത് ഡിഫെൻഡ് ചെയ്ത് പ്രോപ്പർലി സ്പേസുകൾ കട്ട് ഡൗൺ ചെയ്ത് ബ്രെൻഫോർഡിന്റെ ചാൻസുകൾ ലിമിറ്റ് ചെയ്തു. ആൻഡ് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഗബ്രിയേൽ ജീസസ് തന്റെ 6ാമത്തെ ഗോളാണ്. ലാസ്റ്റ് 4 കളികളിൽ നിന്നും ഓൾ കോമ്പറ്റീഷൻ 6ാമത്തെ ഗോളാണ് ഗബ്രിയേൽ ജീസസ് സ്കോർ ചെയ്യുന്ന. അന്യായ ഫോമിലാണ്. പ്രോബ്ലി ഈ സീസൺ എൻഡിൽ ഗബ്രിയേൽ ജീസസിനെ ആർസണലിൽ മൂവ് ഓൺ ചെയ്യാനായിട്ട് പോവുകയാണെന്നുള്ള രീതിയിൽ വാർത്തകളെല്ലാം കേട്ടിരുന്നു. പക്ഷേ ഗബ്രിയേൽ ജീസസിന്റെ റീസെന്റ് ഫോം ബ്ലെസ്സിങ് ആണ് ആർസണൽ, എസ്പെഷ്യലി സാക്കയ്ക്ക് ഇഞ്ചുറി പറ്റി നിൽക്കുന്ന സമയത്ത്. അതിന് മുമ്പത്തെ 48 കളികളിൽ നിന്നാണ് ആൾ 6 ഗോളുകൾ സ്കോർ ചെയ്തത്. പക്ഷേ ലാസ്റ്റ് 4 ഗെയിംസിൽ നിന്ന് ഇപ്പോൾ 6 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. നല്ല കിടിലം ഫോമിലാണ് ഗബ്രിയേൽ ജീസസ്. അതുപോലെ തന്നെ ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ ഏറ്റവും ഇംപ്രസ് ചെയ്ത്, ഈവൻ ഇഫ് ആർസണൽ പ്ലേയേഴ്സ് ഓവറോൾ മറ്റെല്ലാ അറ്റാക്കേഴ്സും കുറച്ച് നെഗറ്റീവ് അപ്രോച്ച് ആയിരുന്നു നമ്മൾ മനസ്സിൽ ചോദിച്ചപ്പോഴും പോസിറ്റീവ് ഇന്റന്റ് ആ പിച്ചിൽ ഏറ്റവും കൂടുതൽ കാണിച്ച പ്ലെയർ അവരുടെ വെറും 17 വയസ്സായ ന്വനേരി എന്ന് പറയുന്ന പ്ലെയറാണ്. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ശരിയാണ്, വെറും 17 വയസ്സേ ഉള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ പുള്ളിയുടെ പെർഫോമൻസ്, എസ്പെഷ്യലി വിത്ത് ദ ബോൾ, ബോൾ കിട്ടുക, ഫോർവേഡിലോട്ട് ഡ്രൈവ് ചെയ്യുക, പാസ് കൊടുക്കുക, മേ ബി ടീംമേറ്റ്സ് പിന്നീട് ബാക്ക് പാസ് ചെയ്ത് ഗെയിം സ്ലോ ചെയ്യുന്നത്. പക്ഷേ എപ്പോഴൊക്കെ ആളുടെ കാലിലോട്ട് ബോൾ ചെല്ലുന്നു ആൾക്ക് ആ ഒരു പോസിറ്റീവ് ഇന്റന്റ് ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ നോക്കുവാണെങ്കിൽ വിത്ത് 92% പാസിംഗ് ആക്യുറസി ഉണ്ടായിരുന്നു. 2 ചാൻസോളം ആൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. നമ്മൾ നോക്കുവാണെങ്കിൽ നൊനറി ഹാഡ് ആൻ എക്സലന്റ് ഗെയിം. ഈ 17ാം വയസ്സിൽ തന്നെ ബിൽഡ് ഓണും സ്റ്റിൽ ഫസ്റ്റ് ടീം റെഗുലർ സ്റ്റാർട്ടർ ലെവലായെന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ ബിൽഡ് ഓണും ഒരു നല്ല പ്രോസ്പെക്ട് നൊനേരിയിലുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് മാച്ചായിരുന്നു മാർട്ടിനെല്ലിയുടെ. പ്രോബ്ലി ഇന്നലത്തെ മാച്ചിൽ ഹയസ്റ്റ് റേറ്റഡ് പ്ലേയേഴ്സിൽ ഒരാളുമായിരുന്നു. ആൻഡ് എനിക്ക് ഹയസ്റ്റ് റേറ്റഡ് പ്ലെയർ ആ മാച്ചിൽ തന്നെ മാർട്ടിനെല്ലി ആയിരുന്നു തോന്നുന്നു. ആൾ ഇന്നലെ ഒരു ഗോളും സ്കോർ ചെയ്യുന്നുണ്ടായി. കൂടാതെ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലും ആളുടെ പെർഫോമൻസ് വളരെ സൂപ്പറായിരുന്നു. നമ്മൾ നോക്കുവാണെങ്കിൽ മാർട്ടിനെല്ലി പ്രോബബ്ലി ലാസ്റ്റ് ചാൻസ് എന്ന് പലരും പറയുന്നുണ്ട്, നെക്സ്റ്റ് 6 months ഇൻ ആർസണൽ ഷട്ട് എന്നുള്ള രീതിയിൽ വാർത്തകളുണ്ട്. ആളാണെങ്കിൽ ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആയിട്ടുള്ള പെർഫോമൻസ് ആൻഡ് എസ്പെഷ്യലി ഇന്നലത്തെ മാച്ചിലെ പെർഫോമൻസ്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് റിയലി ഗ്രേറ്റ് ആയിരുന്നു. ആൾ പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു, ഗോൾ സ്കോർ ചെയ്തു. ആൻഡ് ഡിഫെൻസീവ്ലി ഹി വാസ് റിയലി ഗുഡ്. ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്ന ലാസ്റ്റ് 20-25 മിനിറ്റ്സ് ആൾ ശരിക്കും ഡിഫെൻസീവിലെ ടീമിന് കവർ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പക്ക ടീം പ്ലെയർ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ മാർട്ടിനെല്ലി കളിക്കുന്നുണ്ട്, വിച്ച് വാസ് ഗുഡ് ടു സി. അതുപോലെ തന്നെ മെറീനോ ഹാഡ് എ റിയലി ഗുഡ് ഗെയിം. പക്ഷേ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആരുടെയാണെന്ന് ചോദിച്ചാൽ തോമസ് പാർട്ടയുടെയാണ്. തോമസ് പാർട്ടയ്ക്ക് ഇന്നലെ ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. 6 out of 6 ഗ്രൗണ്ട് ഡ്യുവൽസ് ആൾ വിൻ ചെയ്തു. 3 out of 4 ഏരിയൽ ഡ്യുവൽസ് ആൾ വിൻ ചെയ്തു. 3 out of 5 ടാക്കിൾസ് ആൾ വിൻ ചെയ്തു. അതുപോലെ തന്നെ 6 റിക്കവറീസും 6 റിക്കവറീസ് ഇന്നത്തെ മാച്ചിൽ നടത്തു. ആൻഡ് ഡിഫെൻസീവ്ലി കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അത് മാത്രമല്ല വിത്ത് ദ ബോൾ ആണെങ്കിലും ആളുടെ പാസിംഗ് ഒക്കെ ഇന്നലത്തെ ഗെയിമിൽ നമ്മൾ സാധാരണ തോമസ് പാർട്ടി അത്യാവശ്യം നല്ല പാസറാണ്. ബട്ട് സംതിങ് കുറച്ചുകൂടെ ബെറ്റർ ലെവൽ ഓഫ് പാസിങ്ങും കുറച്ചുകൂടെ പാസിംഗ് ആക്യുറസി ഒക്കെ നമ്മൾ തോമസ് പാർട്ടിയുടെ കാലിൽ നിന്ന് കാണുകയുണ്ടായി. ആൻഡ് ഇന്നലെ തോമസ് പാർട്ടിയുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പാർട്ടിയുടെ ഫോം
ആർസണലിന് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. സോ ഇന്നലെ ഒഡിഗാർഡൊക്കെ നിറഞ്ഞാടി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒഡിഗാർഡൊക്കെ ഇന്നലെ ബൈ ഹിസ് സ്റ്റാൻഡേർഡ് ഒരു ആവറേജ് മത്സരമായിരുന്നു. പക്ഷേ മാർട്ടിനെല്ലി, ഗബ്രിയൽ ജീസസ്, ന്വാനേരി, തോമസ് പാർട്ടി, മെറീനോ ഇവരൊക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്തു. ഡിഫെൻസീവ്ലി സോളിഡ് ആയിരുന്നു. എല്ലാം കൂടെ ആയപ്പോഴേക്കും ആർസണൽ ഒരു കംഫർട്ടബിൾ 3-1 വിക്ടറി നേടിക്കൊണ്ട് പറയേണ്ടി വരും. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ ദർ വെയർ മൊമെന്റ്സ്. ബ്രെൻഫോർഡിന് പ്രോബ്ലി ലീഡ് ഉയർത്താനായിട്ടുള്ള മൊമെന്റുകൾ മറ്റും ഉണ്ടായിരുന്നു. ഡേവിഡ് റായയുടെ 1-2 ഫംബിൾ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവഞ്ചലി സെക്കൻഡ് ഹാഫിൽ ആർസണൽ അതെല്ലാം അറിയുന്നു. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. സോ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു വിക്ടറിയോടുകൂടി 6 പോയിന്റ്സ് ഗ്യാപ്പായി ആർസണലും അതുപോലെ തന്നെ ലിവർപൂളും തമ്മിൽ. ലിവർപൂളിന് ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. ആ കളി ജയിക്കുവാണെങ്കിൽ തിരിച്ച് 9 പോയിന്റ്സ് ഗ്യാപ്പിലോട്ട് പോകും. ബട്ട് ആർസണലിന് കാനോട്ട് ലൂസ് പോയിന്റ്സ്. വിക്ടറീസ് കൊടുക്കുക, പുഷ് ചെയ്യുക. ഫസ്റ്റ് ഗോളിന് വേണ്ടി പോവുക, സെക്കൻഡ് ഗോളിന് വേണ്ടി, തേർഡ് ഗോളിന് വേണ്ടി പോവുക. ആ ഒരു പുഷ് ചെയ്യുക. മേ ബി ആ പ്രഷർ, ലിവർപൂളാണ് ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ തൊട്ട് പുറകെ ഞങ്ങളുണ്ടെന്നുള്ളൊരു പ്രഷർ ലിവർപൂളിൻ്റെ മേൽ കൊടുക്കുക. ലെറ്റ് സി എന്താവോ, ആർസണൽ എവിടെ എത്തും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നെഗറ്റീവ്സ് ആയിട്ട് എടുത്ത് പറയാനായിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലെ അപ്രോച്ചും പിന്നെ പ്രോബ്ലി കാലിഫിയോറിയുടെ പൊസിഷനിങ്ങിന്റെ കാര്യത്തിലും ആർസണൽ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചില സമയത്ത് കാലിഫിയോറി ഔട്ട് ഓഫ് പൊസിഷൻ നിൽക്കാറുണ്ട്, ചില സമയത്ത് ഗെയിമിൽ ലോസ്റ്റ് ആവാറുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇവഞ്ച്വലി അറ്റ് ദെൻ പുള്ളി ഒരു ഡിഫൻഡറാണ്. സോ ഡിഫൻസീവ്ലി കുറച്ചുകൂടെ കവർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. എസ്പെഷ്യലി ഫസ്റ്റ് ഗോളിലൊക്കെ എംബുമോയുടെ ഡേവിഡ് റയ ഒരിക്കലും അവിടെ ബീറ്റൺ ആവാൻ പാടില്ലായിരുന്നു. ബട്ട് സെക്കൻഡ്ലി കാലിഫിയോറി ഈസിലി എംബുമോനെ അവിടെ കട്ട് ചെയ്ത് കയറാനായിട്ട് അനുവദിക്കുകയുണ്ടായി. സോ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ അവിടുന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പെട്ടെന്ന് കടക്കുകയാണ്. മറ്റൊന്നുമല്ല, സല റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ സലയ്ക്ക് വേണ്ടി റൈറ്റ് നൗ 500,000 euros പെർ വീക്കിന്റെ 3 ഇയർ കോൺട്രാക്ട് PSG ഓഫർ ചെയ്തതായിട്ട് സ്കൈയുടെ ഫ്രഞ്ച് കറസ്പോണ്ടൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഒരു ഓപ്പൺ സീക്രട്ട് ആണ്. നമ്മൾ നോക്കുവാണെങ്കിൽ സലയുടെ മേൽ PSG ലോങ് ടൈം ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്ലെയർ ആണ്. നമ്മൾ ലാസ്റ്റ് 2 വർഷത്തോളമായിട്ട് ഈ ന്യൂസ് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. സലയുടെ മേൽ PSG ഹ്യൂജ് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്, സ്കൈ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലിവർപൂൾ ഓഫർ ചെയ്യാൻ പോവുക 400,000 euros പെർ വീക്ക് 2 ഇയർ കോൺട്രാക്ട് ആണെന്നും അതിനെ മറികടന്നുകൊണ്ട് 500,000 പ്ലസ് 3 ഇയർ കോൺട്രാക്ട് PSG ഓഫർ ചെയ്യാൻ പോകുന്ന രീതിയിലാണ് ഫ്രാൻസിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ PSG നമുക്കറിയാം അവിടെ ഇഷ്ടംപോലെ അറ്റാക്കേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവർക്കൊരു മാർക്കി പ്ലെയർ ഇപ്പോൾ വേണം, ആ ഒരു മാർക്കറ്റിംഗ് പ്ലെയർ വേണം. കൂടാതെ ആ ഒരു ഗോൾ സ്കോർ വേണം, ഒരു ഗ്യാരണ്ടീഡ് ഗോൾ സ്കോർ ആ ടീം വേണം. സോ സലയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് അവർ പുഷ് ചെയ്യും, ഈവൻ അറ്റ് ദിസ് ഏജ് ഇത്ര ഓഫർ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമുക്കറിയാം ഹീസ് വ്യൂവർഷിപ്പ് അട്രാക്ട് ചെയ്യും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡേവിഡ് ഓൺസ്റ്റീൻ വന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സലയും അതുപോലെ തന്നെ വാണ്ടേക്കും ഈ ജാനുവരിയിൽ തന്നെ ലിവർപൂളുമായിട്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആൾ പറയുന്നത് ഹി എക്സ്പെക്ട്സ് സല ആൻഡ് വാണ്ടേ ടു സൈൻ. അതേസമയത്ത് അർണോൾഡിൻ്റെ കാര്യം ആൾ പറയുന്നുണ്ട് നോ ഗ്യാരണ്ടി എന്ന് പറയുന്നുണ്ട്. അർണോൾഡ് കൂടുതൽ റെയിലോട്ടാണ് ലീൻ ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബട്ട് സലയും വാണ്ടേക്കും ഇവിടെ ലിവർപൂളിൽ തന്നെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. PSG ഓഫർ സല സ്വീകരിക്കാനായിട്ടുള്ള ചാൻസ് കുറവാണെന്നാണ് കേൾക്കുന്നത്. പക്ഷേ എന്തെങ്കിലും അത്ഭുതം നടന്നാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. മേ ബി ലാസ്റ്റ് മൊമെന്റ് സല ഈ പറയുന്ന റിപ്പോർട്ടഡ് ഫീസ് 400,000 ലിവർപൂൾ കൊടുക്കുമെന്നാണ് കേൾക്കുന്നത്. മേ ബി അത് ഡിമാൻഡ് ചെയ്യുന്നു അറൗണ്ട് അതാണെന്ന് കേൾക്കുന്നുണ്ട്. സോ അത് മീറ്റ് ചെയ്തില്ലെങ്കിൽ ഏത് നിമിഷവും ലാസ്റ്റ് മൊമെന്റ് എന്തും സംഭവിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. PSG അവെയർ ആണ് സിറ്റുവേഷനിൽ. ആൻഡ് PSG ആണ് ഏറ്റവും ബെസ്റ്റ് ഓഫർ യൂറോപ്പിൽ മറ്റ് ക്ലബ്സുകളിൽ നിന്നും കൊടുത്തിരിക്കുന്നതെന്നാണ് കേൾക്കുന്ന മറ്റൊരു വാർത്ത. ആൻഡ് സീരിയസ്ലി ഏറ്റവും കൂടുതൽ സലയിൽ സീരിയസ് ഇൻട്രസ്റ്റ് കാണിക്കുന്ന ക്ലബ്ബും ഔട്ട്സൈഡ് ഓഫ് ലിവർപൂൾ PSG ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവഞ്ച്വലി അറ്റ് ദെൻ സല എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. അലോങ് വിത്ത് വാണ്ടേക്ക് ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവിടെ നിന്ന് നമ്മൾ ആദ്യ സെയിലിലോട്ട് കിടക്കുകയാണ്. മറ്റൊന്നല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ഇറ്റ്സ് കൺഫേം, ട്രസ്റ്റബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സുകളിലും ഇറ്റ്സ് കൺഫേം. PSR പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾസ് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റൈറ്റ് നൗ ക്ലബിൽ നിന്നും സെയിൽസ് നടത്താതെ ബുക്സിൽ നിന്നും വേജസ് റെഡ്യൂസ് ചെയ്യാതെ, അതായത് സെയിൽസ് നടത്തി ഗ്യാപ്പ് കണ്ടെത്താതെ പുതിയ അഡീഷൻസ് നടത്താൻ പറ്റത്തില്ല. ആസ് പെർ ദ PSR റൂൾസ്, FFP PSR റൂൾ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് നോ പറ്റത്തില്ല. സോ അതിനാൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജാനുവരിയിൽ പ്രോബബ്ലി ഒരു വമ്പൻ അഴിച്ചുപണി, വമ്പൻ സെയിൽസ് നടത്താനായിട്ടുള്ള, വമ്പൻ എന്ന് പറഞ്ഞാൽ വലിയ പ്ലേയേഴ്സിനെ വിൽക്കുന്നതല്ല, നമ്പർ ഓഫ് പ്ലേയേഴ്സിനെ വിറ്റ് ഒഴിവാക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഫസ്റ്റ് ഓൺ ദ ലിസ്റ്റ് 3 പ്ലേയേഴ്സാണ് പ്രയോറിറ്റി ആയിട്ട് ലിസ്റ്റിലുള്ളത് കേൾക്കുന്നത്. ക്രിസ്ത്യൻ എറിക്സൺ നമുക്കറിയാം ഈ 6 മന്ത്സോളം കഴിഞ്ഞാൽ ഫ്രീ ഏജന്റ് ആണ്. മേ ബി കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാൻ നോക്കുമായിരിക്കും. വിക്ടർ ലിൻഡലോഫ്, അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ കസമീറോ. ഈ 3 പ്ലേയേഴ്സിനെയാണ് പ്രയോറിറ്റി ആയിട്ടും സെയിൽസ് നടത്താനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അതിൽ കസമീറോയ്ക്ക് വേണ്ടി ഇത്തിഹാഡ് സീരിയസ് ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽ ഹിലാലും അൽ നാസറും എല്ലാം ഇൻട്രസ്റ്റഡ് ആണ്. ബട്ട് സീരിയസ് അപ്രോച്ച് ഇപ്പം മാൻ യുണൈറ്റഡുമായിട്ട് നടത്തിയിരിക്കുന്നത്
ക്ലബ് കസമീറോയുടെ ഏജന്റുമായിട്ട് നടത്തിയിരിക്കുന്നത് ഇത്തിഹാഡ് ആണെന്ന് കേൾക്കുന്നുണ്ട്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഹ്യൂജ് റിലീഫ് ആയിരിക്കും കസമീറോനെ മേ ബി 20-25 മില്യണിക്ക് കിട്ടുന്നതും ആളെ വേജസ് ആ ബുക്സിൽ നിന്ന് പോകുന്നതും വളരെ വളരെ റിലീഫ് ആയിരിക്കും. അതുപോലെ തന്നെ വിക്ടർ ലിൻഡലോഫും ക്രിസ്ത്യൻ എറിക്സണും കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗെർനാച്ചോയ്ക്ക് അവർ 50 മില്യൺ പൗണ്ട് ആണ് ഡിമാൻഡ് ചെയ്യുക. മിനിമം 50 മില്യൺ പൗണ്ട്സ് ആയിരിക്കും ഏറ്റവും കുറഞ്ഞത് ഡിമാൻഡ് ചെയ്യുക. അതിന് മുകളിലോട്ടായുള്ള ബിഡുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഗർനാച്ചോ സിറ്റുവേഷനിൽ അവെയർ ആണെന്ന് കേൾക്കുന്നുണ്ട്. ബട്ട് മെയിൻ ആയിട്ട് അവർ ടാർഗറ്റ് ചെയ്യുക ജാനുവരിയിലല്ല സമ്മറിലായിരിക്കും ഗർനാച്ചോയ്ക്ക് കൊണ്ട് എന്ന രീതിയിലും കേൾക്കുന്നുണ്ട് അത്ലറ്റിക്കോ ഒക്കെ. പക്ഷേ മാൻ യുണൈറ്റഡും പ്രിഫർ ചെയ്യുക നെക്സ്റ്റ് 6 മന്ത്സ് ഗർനാച്ചോ കീപ്പ് ചെയ്യുക. മേ ബി ആൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു 6 മന്ത്സോടെ കൊടുക്കുക. പ്രൂവ് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് സമ്മർ വിൽക്കാനായിട്ടായിരിക്കാം പ്ലാൻ. പക്ഷേ ജാനുവരിയിൽ സിറ്റുവേഷൻ നല്ലൊരു ഓഫർ വന്നാൽ അവർ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെയാണ് റാഷ്ഫോർഡിന്റെ കാര്യം. റാഷ്ഫോർഡിന് 40 മില്യൺ പൗണ്ട്സിന് മുകളിലുള്ള ഒരു ബിഡാണ് യുണൈറ്റഡ് എക്സ്പെക്ട് ചെയ്യുന്നുള്ള രീതിയിലും വാർത്തകൾ കേൾക്കുന്നുണ്ട്. സീരിയസ്ലി ഒരു ക്ലബ്ബ് റാഷ്ഫോർഡിന് വേണ്ടി ഇൻട്രസ്റ്റ് കാണിച്ച് വരുന്നതായിട്ട് വാർത്തകളും വരുന്നില്ല. അതുപോലെ തന്നെ മറ്റ് പല പ്ലേയേഴ്സ് ഇപ്പം നോക്കുവാണെങ്കിൽ ആന്റണിക്ക് ഒരു ഓഫർ വന്നാൽ അവർ സ്വീകരിക്കും. ആന്റണിക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ബെറ്റിസ് ലോണിന് കൊണ്ടുവരാൻ ആഗ്രഹമുള്ളതായിട്ട് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിനും ഓഫർ അവർ സ്വീകരിക്കാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. സോ മാക്സിമം പ്ലേയേഴ്സിനെ ഒഴിവാക്കുക, പറ്റുന്ന അത്രയും സൈനിങ്സ് ജാനുവരി നടത്താൻ ശ്രമിക്കുക. അതായിരിക്കും അവരുടെ അജണ്ടയിലുള്ളത്. പ്രിഫറബിളി കസമീറോ, എറിക്സൺ, ലിൻഡലോഫ് ഈ 3 പേരെയും വിറ്റ് ഒഴിവാക്കാനായിട്ട് സാധിച്ചാൽ ഇഫ് പോസിബിൾ പറയാൻ പറ്റത്തില്ല. റാഷ്ഫോർഡിന് നല്ലൊരു ഓഫർ വന്ന് റാഷ്ഫോർഡിനെ അവർക്ക് വേജ് ബുക്സിൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ചാൽ മേ ബി 1 or 2 അഡീഷൻസ് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും. അഡീഷൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും അവരുടെ പ്രയോറിറ്റി ടാർഗറ്റ് ആയിട്ട് കേൾക്കുന്നത് വിങ് ബാക്സ് തന്നെയാണ്. വിങ് ബാക്സിനെ കൊണ്ടുവരാനായിട്ട് തന്നെയാണ് മാൻ യുണൈറ്റഡ് പ്രയോറിറ്റി ആയിട്ട് ടാർഗറ്റ് ചെയ്ത് കേൾക്കുന്നു. കെർക്കസിന്റെ പേര് കേൾക്കുന്നുണ്ട്, ന്യൂനോ മെൻഡസിന്റെ പേര് കേൾക്കുന്നുണ്ട്. അൽഫോൺസോ ഡേവിസ് ഡ്രീമാണ്, പക്ഷേ അത് നടക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. ബട്ട് കെർക്കസ് ആൻഡ് ന്യൂനോ മെൻഡസ് നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് വിക്ടർ ഗ്യോക്കറസിന് വേണ്ടി മാൻ യുണൈറ്റഡ് ഇപ്പം ഒരു ബിഡ് വിട്ടേക്കാം. അഥവാ പറ്റുവാണെങ്കിൽ ജാനുവരിയിൽ ഫണ്ട്സ് റേസ് ചെയ്യുവാണെങ്കിൽ ആൾക്ക് അതുകൊണ്ട് കേൾക്കുന്ന 70 to 80 മില്യൺ യൂറോസിന് ഇടയ്ക്കുള്ള ഒരു ഫീസ് മാൻ യുണൈറ്റഡ് കൊടുക്കാൻ റെഡി ആയേക്കാം എന്ന് പറഞ്ഞ രീതിയിൽ ടീം ടോക്ക്, മെയിൽ സ്പോർട്ട് അങ്ങനത്തെയുള്ള മീഡിയാസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊന്നും 100% റിലയബിൾ സോഴ്സുകളല്ല. എനിക്ക് തോന്നുന്നു ഗ്യോക്കറസും സ്പോർട്ടിങ് നെക്സ്റ്റ് 6 മന്ത്സ് നിന്നിട്ട് മേ ബി സമ്മറിൽ എന്തുകൊണ്ടും മാൻ യുണൈറ്റഡ് വൺ ഓഫ് ദ ഹയസ്റ്റ് എന്നാ പറയുക ടാർഗറ്റ് തന്നെയായിരിക്കും ഗ്യോക്കറസ്. കാരണം നമുക്കറിയാം ആള് അമോറിം 2 കളിച്ചിട്ടുണ്ട്. അമോറിമിനെ പുള്ളി യൂസ് ചെയ്യാൻ അറിയാം. സോ എന്തുകൊണ്ടും പുള്ളി സിർസ്കീനെയോ അതുപോലെ തന്നെ റാസ്മസ് ഹോയിലനെയോ മറ്റാരെങ്കിലും വിൽക്കുവാണെങ്കിൽ അങ്ങോട്ടേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്യോക്കറസിനെ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഗ്യോക്കറസും ചിലപ്പോൾ റൂബൻ അമോറിം 2 കളിക്കാനായിട്ട് ആഗ്രഹം കാണും. സോ എന്തായാലും അടുത്ത 6 മന്ത്സ് യുണൈറ്റഡ് നോക്കിയേക്കുക മാസീവ് സ്ക്വാഡ് റീബിൽഡ് യുണൈറ്റഡ് നടക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ ലിസ്റ്റിൽ നമ്മൾ സിർസ്കിയുടെ പേരോടെ ആഡ് ചെയ്യണം. സിർസ്കിക്കും പ്രോബബ്ലി ഒരു നല്ല ഓഫർ വന്നാൽ മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പ്ലെയറും മാഞ്ചസ്റ്റർ വിടാനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തായിട്ടും ആൾക്ക് അവിടെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്ക് തിരിച്ച് ഇറ്റലിയിലോട്ട് പോകാനാണ് പ്ലാൻ എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. യുവൻഡസിന്റെ പേര് കേൾക്കുന്നുണ്ട്. മേ ബി ബൊളോഗ്നയിലോട്ട് തന്നെ തിരിച്ച് ലോണിന് പോകാൻ ആഗ്രഹമുണ്ടെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. സോ നമ്മൾ ആ പറഞ്ഞ ലിസ്റ്റ് സിർസ്കിയുടെ പേരോടെ ആഡ് ചെയ്യേണ്ടി വരും. സോ ഇതാണ് മാൻ യുണൈറ്റഡ് റിലേറ്റഡ് ആയിട്ട് കേൾക്കുന്നത്. വിങ് ബാക്സ് ആൻഡ് ഗ്യോക്കറസിന്റെ പേരും യുണൈറ്റഡുമായിട്ട് ലിങ്ക്സ് ആയി ഇപ്പോൾ കാണുന്നുണ്ട്. അതിൽ ഗ്യോക്കറസ് കൂടുതലും സമ്മറിലായിരിക്കും സാധ്യത, ജാനുവരി കിട്ടാൻ പാടായിരിക്കും. ബട്ട് വിങ് ബാക്സ് ലുക്ക് ഔട്ട്, ചിലപ്പോൾ സൈനിങ്സ് ആണ്, എസ്പെഷ്യലി കസമീറോനെ മറ്റുമൊക്കെ വിൽക്കാനായിട്ട് സാധിച്ചത്. സോ അവിടുന്ന് നമ്മൾ സ്പീഡിൽ കുറച്ച് അപ്ഡേറ്റ്സ് പറഞ്ഞ് പോവാണ്. മറ്റൊന്നുപോലെ അതർ അപ്ഡേറ്റ്സിലോട്ട് കിടക്കുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ളത് ട്രിപ്പിയറിൻ്റെ കാര്യമാണ്. ട്രിപ്പിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂകാസിൽ വിടാനായിട്ടുള്ള സാധ്യത ജാനുവരി കൂടി വരുന്നുണ്ട്. മെയിൻ റീസൺ FFPയുടെ കാര്യങ്ങളാണ്. ന്യൂകാസിലിന് ബുക്സ് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനാൽ തന്നെ പ്രോബബ്ലി ട്രിപ്പിയറിനെ വേജ് ബുക്സിൽ നിന്ന് ഒഴിവാക്കേണ്ട ആവശ്യം ഓർക്കുന്നുണ്ട്. വൺ ഓഫ് ദ ഹയസ്റ്റ് ഏർണിംഗ് പ്ലേയേഴ്സ് ഇൻ ദ ടീമാണ്. സോ ട്രിപ്പിയറിന് ഓഫേഴ്സ് ലിസൺ ചെയ്യുമെന്ന് ന്യൂകാസിൽ അറിയിച്ചിട്ടുണ്ട്. സൗദി ക്ലബ്ബുകളും കൂടാതെ മറ്റു പല പ്രീമിയർ ലീഗ് ക്ലബ്ബുകളും ട്രിപ്പിയറിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാർഡ് വെർബൂഗന് വേണ്ടി ബയണിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വെർബൂഗൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രൈറ്റന്റെ ഗോൾ കീപ്പറായ ബാർഡ് വെർബൂഗന് വേണ്ടി ബയൺ മ്യൂണിക്ക് ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബയൺ മ്യൂണിക്ക് ന്യൂ ഇയറിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷേ നമുക്കറിയാം ന്യൂ ഇയർ എൻഡ് ഓഫീസ് കരിയറിലോട്ട് വരുവാണ്. സോ അതിന് റീപ്ലേസ്മെന്റ് ഇവിടെ കണ്ടെത്തണം. സോ വെർബൂഗൻ അവരുടെ ലിസ്റ്റിൽ പ്രയോറിറ്റി ടാർഗറ്റ്സിൽ ഒന്നാണ്. കോബലും ആ ലിസ്റ്റിലുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. കൂടാതെ പോർട്ടോയുടെ ഗോൾ കീപ്പറും എല്ലാം ലിസ്റ്റിലുണ്ടെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നോക്കാം. എന്തായാലും വെർബൂഗനാണ് അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിലെ നമ്പർ 1 പേരെന്നുള്ള രീതിയിൽ ബയണിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റ് അപ്ഡേറ്റ്സിലോട്ട് നോക്കുകയാണെങ്കിൽ ഡാർവിൻ ന്യൂനസിൽ നിന്ന് ലിവർപൂൾ നെക്സ്റ്റ് സമ്മറിൽ മൂവ് ഓൺ ചെയ്യുമെന്നുള്ള രീതിയിൽ വാർത്തകൾ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ഡാർവിൻ ന്യൂനസിന് വേണ്ടി ഓഫേഴ്സും ലിവർപൂൾ ഹിയർ ചെയ്യും. സമ്മറിലായിരിക്കും. ജാനുവരി ന്യൂനസിനെ വിൽക്കാനായിട്ട് റൈറ്റ് നൗ ഒരു പ്ലാനില്ല. റൈറ്റ് നൗ ലിവർപൂളിന് ജാനുവരിയിൽ സ്ക്വാഡിൽ നിന്ന് ആരെയും വിടാനായിട്ട് പ്ലാനില്ല. മേ ബി അഡീഷൻസ് നടത്താൻ പറ്റുവാണെങ്കിൽ നടത്തുക. റൈറ്റ് നൗ സ്ക്വാഡിൽ നിന്ന് ആരും വിൽക്കാൻ പ്ലാൻ ഇല്ല എന്ന രീതിയിലാണ് കേൾക്കുന്നത്. ബട്ട് സമ്മറിൽ ഡാർവിൻ ന്യൂനസിന്റെ അപ്രോച്ചുകൾ അവർ സ്വീകരിക്കും. ഡാർവിൻ ന്യൂനസിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നത്
മാർക്കസ് തുറാമിനെയാണെന്നാണ് കേൾക്കുന്നത്. ഇന്റർ മിലാന്റെ സ്ട്രൈക്കറായ മാർക്കസ് തുറാമിന് ഒരു 80 million യൂറോസിന്റെ റിലീസ് ക്ലോസ് ഉണ്ടായി. ലിവർപൂൾ സീരിയസ്ലി ആ ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിന് ഡാർവിൻ ന്യൂനസിന് സെയിൽ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. സോ അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തോമസ് ടുഷൽ ഒഫീഷ്യലി ഇംഗ്ലണ്ട് നാഷണൽ ടീമിന്റെ കോച്ചിങ് സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. സോ ജാനുവരിയിലായിരിക്കും ഫസ്റ്റിനായിരിക്കും ആള് ഒഫീഷ്യലായിട്ട് ആ ഡ്യൂട്ടിക്ക് കയറാമെന്ന് പറയുന്നുണ്ട്. സോ ആള് കഴിഞ്ഞ ദിവസം ജാനുവരി 1 തന്നെ ഒഫീഷ്യലി ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവാൻ ഫെർഗൂസന്റെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇവാൻ ഫെർഗൂസനെ ചിലപ്പോൾ ജാനുവരിയിൽ സെല്ല് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ബെൻ ജേക്കബ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആർസണലും ഫുള്ളാമും വെസ്റ്റാമും ജാനുവരിയിൽ ഇവാൻ ഫെർഗൂസനെ തങ്ങളുടെ ടീമിൽ എത്തിക്കാനായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ബ്രൈറ്റൺ ഇവാൻ ഫെർഗൂസന് വേണ്ടിയുള്ള ഓഫേഴ്സ് ലിസൺ ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. സോ അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകുന്നത് എച്ചവരിയുടെ അപ്ഡേറ്റ് ആണ്. സോ എച്ചവരി നമുക്കറിയാം ഓൾറെഡി സിറ്റി പ്ലെയർ ആണ്. ജാനുവരിയിൽ സിറ്റിയിൽ ചേരുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫബ്രീസിയോ കൺഫേം ചെയ്തിരിക്കുകയാണ്. ആള് അണ്ടർ-20 സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പിന് ശേഷം ഫെബ്രുവരി പകുതി ആകുമ്പോഴേക്കും മാത്രമേ മാഞ്ചസ്റ്റർ സിറ്റി സ്ക്വാഡിൽ വന്ന് ജോയിൻ ചെയ്യത്തുള്ളൂ. സോ അതിനകത്ത് തന്നെ ജാനുവരിയിൽ ആളെന്തായാലും വരത്തില്ല. മിഡ് ഫെബ്രുവരി ആകുമ്പോൾ എച്ചവരി സിറ്റിയിലോട്ട് വരുന്നുള്ളൂ. സോ അവിടുന്ന് മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ റയൽ മാഡ്രിഡിന്റെ അപ്ഡേറ്റ് ആണ്. റയൽ മാഡ്രിഡ് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ സൈൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല എങ്കിൽ അവര് ഡിയോഗോ ഡാലോട്ടിനെയാണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട്, അതായത് ഈസിലി കിട്ടാൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് കാണുന്നതെന്ന് കേൾക്കുന്നു. 50 million പൗണ്ടാണ് ഡാലോട്ടിന് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിമാൻഡ് ചെയ്യാൻ പോവാന്ന് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. ഐ തിങ്ക് 50 million pounds റയൽ മാഡ്രിഡ് ഫോർ ഡിയോഗോ ഡാലോട്ട് വളരെ ചാൻസ് കുറവാണ്. ഡാലോട്ട് ഒരു സെക്കൻഡറി ടാർഗറ്റ് ആയിട്ട് റയൽ മാഡ്രിഡ് ലിസ്റ്റിലുണ്ടെന്ന് റിപ്പോർട്ടുകൾ റയലേവോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അവിടുന്ന് നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ സെക്കോ ഫൊഫാന തിരിച്ച് റെനസിലോട്ട് 20 million യൂറോസിന് അൽ നാസറിൽ നിന്നും തിരിച്ച് റെനസിലോട്ട് പോവുകയാണ്. സോ ജാനുവരിയിലെ പ്രോബബ്ലി ഫസ്റ്റ് ഡൺ ഡീൽ അതാണ്. സെക്കോ ഫൊഫാന ബാക്ക് ടു ലീഗ് 1. ആള് എന്തായാലും അൽ നാസർ വിട്ടിരിക്കുകയാണ്. സോ എടുത്തു പറയേണ്ട കാര്യം, അൽ നാസറിന് അവിടെ ഒരു സ്പോട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. സോ മേ ബി കസമീറോയോ അല്ലെ വേറെ ഏതെങ്കിലും മിഡ്ഫീൽഡർ ഓപ്ഷൻസ് അങ്ങോട്ട് അഡീഷൻ നടത്താനായിട്ടുള്ള സാധ്യത ഇപ്പം വളരെ വളരെ ഹൈ ആയി വരുന്നുണ്ട്. ആന്റോണിയോ സിൽവയുടെ കാര്യം കൂടെ പറയാനുണ്ട്. ആന്റോണിയോ സിൽവയുടെ കാര്യം പറയാൻ വിട്ടുപോയി. യുവന്റസ് അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലയും ബെൻഫീക്കയുടെ ഈ സെന്റർ ബാക്കായ ആന്റോണിയോ സിൽവയ്ക്ക് വേണ്ടി രംഗത്തുണ്ടെന്ന് സ്ട്രോങ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 35 million യൂറോസിന്റെ ഒബ്ലിഗേഷൻ ടു ബൈ ഒരു ലോൺ ഡീൽ വിത്ത് 35 million യൂറോസിന്റെ ഒബ്ലിഗേഷൻ ടു ബൈ ഈ ജാനുവരി കൊണ്ടുവരാനായിട്ട് യുവന്റസ് ഒരു അപ്രോച്ച് നടത്തി. അത് ബെൻഫീക്ക തള്ളിയെന്നാണ് കേൾക്കുന്നത്. ബെൻഫീക്ക ഡിമാൻഡ് ചെയ്യുന്നത് 40 million യൂറോസ് ആണെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. സോ 5 million യൂറോസ് ഉടനെ കൂടുതൽ കൊടുത്താൽ മേ ബി ബെൻഫീക്കയിൽ നിന്ന് ആന്റോണിയോ സിൽവയെ കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട്. ആസ്റ്റൺ വില്ലയും ആന്റോണിയോ സിൽവനെ സീരിയസ്ലി ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ആളുടെ ഒരു സ്റ്റോക്ക് ഒന്ന് താഴോട്ട് വിട്ടാണ്. ആന്റോണിയോ സിൽവ റെഗുലർലി ബെൻഫീക്കയിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അവിടെ ഒട്ടമെന്റിയും തോമസ് അറോഹോ ആണ് പ്രോബബ്ലി അവരുടെ സ്റ്റാർട്ടിംഗ് ഡ്യൂ. ആന്റോണിയോ സിൽവ കളിക്കാറുണ്ടില്ല എന്നല്ല, പക്ഷേ ആള് പ്രോബബ്ലി ഒരു 1-2 വർഷം മുമ്പത്തെ ആ ഒരു ഹൈപ്പ് ഇപ്പോൾ ഇല്ല. സോ ആളുടെ പ്രൈസ് 100 million 80 million നിന്ന് ഇപ്പോൾ 40 million ആക്കി ബെൻഫീക്ക കുറച്ചിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് യുവന്റസ് ആണ് ഫേവറേറ്റ്സ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേൾക്കുന്നത്. പ്ലെയറും പ്രിഫർ ചെയ്യുന്ന യുവന്റസ് മൂവ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ആന്റോണിയോ സിൽവ എങ്ങോട്ട് മൂവ് ചെയ്യുമെന്ന്. സോ ഇതൊക്കെയാണ് ഓവറോൾ പറയാനായിട്ടുള്ള അപ്ഡേറ്റുകൾ. നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും